ഇഡ്ലിയുടെ കൂടെ, ദോശയുടെ കൂടെ, അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ചട്നി കൂട്ടി കഴിക്കാൻ പല ആൾക്കാർക്കും ഇഷ്ടമായിരിക്കില്ലേ. തേങ്ങ ചട്നിയും ഉള്ളി ചമ്മന്തിയും അതുപോലെ ടൊമാറ്റോ ചട്നിയൊക്കെ അല്ലേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന. എന്നാൽ ഇതാ ഒരു വെറൈറ്റി ചട്നി. തേങ്ങ വേണ്ട, ഉള്ളി വേണ്ട, ടൊമാറ്റോ വേണ്ട, ഒരു സൂപ്പർ ചട്നി. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് അടിക്കാനുള്ളൊരു ചീൻചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് പീനട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിറയെ ഉണ്ടാവും കേട്ടോ ചട്നി. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് ഇടുന്നവർക്ക് 1/4 കപ്പ് ഉണ്ടാക്കിയാൽ മതി. കുറച്ച് ക്വാണ്ടിറ്റി വേണ്ടവരെ. ഇനി ഇതിനെ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒന്ന് ചൂടായി കിട്ടട്ടെ. ആദ്യം ഇതൊന്ന് ചൂടായി വരുമ്പോൾ, ജസ്റ്റ് ഒന്ന് ചെറുതായി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 കാശ്മീരി ചില്ലിയും 4 നമ്മുടെ എരിവുള്ള മുളക് ഇട്ട് കൊടുക്കണ്ടേ. എരിവ് നല്ലോണം വേണമെന്നുള്ളവർക്ക് നല്ലോണം ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി ചൂടാവട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ഗാർലിക്കിനെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ കടല നന്നായി ഒന്ന് പൊട്ടണം, വറുത്ത് തന്നെ വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഒരുവിധം കടലയൊക്കെ വറുത്ത് വന്നപ്പോൾ നമുക്കൊരു 1/2 കപ്പ് പൊട്ടുകടല കേട്ടോ ഇട്ട് കൊടുക്കാം. പൊട്ടുകടലയും ഇതും കൂടി നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കണം. ഇത് നിറയെ ഉണ്ടാവും. ഇത് നല്ലോണം 1/2 കപ്പ് എടുത്തുകൊണ്ട് നിറയെ ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് വേണ്ടുമെങ്കിൽ 1/4 കപ്പ്, രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കണമെന്ന് മാത്രം. ഇതാ നന്നായി വറുത്ത് വന്നിട്ട് കളറൊക്കെ മാറി ഗോൾഡൻ കളറായി നല്ല ഫ്രൈഡ് ആകുമ്പോൾ അതിലേക്ക് ഒരു ചോക്ലേറ്റിൻ്റെ വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കാം. പുളി ഒരുപാട് ആവശ്യമില്ല, കുറച്ച് പുളി മതി, ഒരുപാട് പുളി വേണ്ട ഇതിന്. പക്ഷെ ഒരു ചെറിയ പുളി ഇരിക്കുന്നതാണ് ഈ ചട്നിക്ക് ടേസ്റ്റ്. ഇനി ഇത് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കട്ടെ. ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം വാട്ടറി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അല്ല കട്ടിയായിട്ടുള്ള ചട്നി വേണമെന്നുള്ളവർക്ക് കട്ടിയായിട്ടും ഉണ്ടാക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ആദ്യം 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയും കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. അതിനനുസരിച്ച് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നിറയെ വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ ഇത് തിക്ക് വേണമെന്നുള്ളവർക്ക് തിക്കായിട്ട് കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കാം. അല്ല തിന്നാവണമെങ്കിൽ തിന്നായും ഉപയോഗിക്കാം. ഞാൻ കുറച്ചും കൂടി അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തേങ്ങ ചട്നി അല്ലാതെ ഒന്നും ആരും പറയുകയില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് തേങ്ങയൊന്നും ചിരകിയൊന്നും ബുദ്ധിമുട്ടണ്ട. ഇതൊരു സൂപ്പർ ചട്നി തന്നെയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വറുത്തിടാം കേട്ടോ. ഞാൻ കുറച്ച് കടുകും മുളകും കരിവേപ്പിനും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് വഴറ്റി മുകളിലിട്ടിട്ടുണ്ട്. ഇതും ദോശയും ഒരു കിടു കോമ്പിനേഷനായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ. ദോശയുടെ കൂടെ മാത്രമല്ല ഇഡ്ലിയുടെ കൂടെയും സൂപ്പർ കോംബോ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. ബൈ.